ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിയായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, പിന്നെ അത് വേണ്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് പ്രിൻറ്റിംഗ് ആണെങ്കിൽ പ്രിൻറ്റിങ്. ഇതാണ് സ്റ്റില്ലിൻ്റെ ഒരു മെത്തേഡ്സ്, അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് എങ്ങനെ കൊടുക്കുന്നു. ഈ ഒരു 3 സ്റ്റേജസ് ആണ് സാധാരണ. എസെൻഷ്യൽ വി സ്റ്റിൽ ഹാവ് 3 മെയിൻ സ്റ്റേജസ്. ഷൂട്ടിംഗ് അല്ലെങ്കിൽ ക്യാപ്ചറിങ് സ്റ്റേജ് എന്ന് പറയും, ഫേസ് പ്രോസസ്സിങ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് പറയും, ഫേസസ് ആൻഡ് പ്രിൻറ്റിങ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിങ്, ഫേസസ് ആൻഡ് ഹൗ വാട്ട് ഹാപ്പൻഡ് ഇൻ ഈച്ച് സ്റ്റേജസ് ഇൻ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഇത് 3നും ചെറിയ വ്യത്യാസങ്ങളിലാണ്. നമ്മൾ അതിലെങ്ങനെയാണ് ആദ്യത്തെ ഷൂട്ടിംഗ് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ സാധാരണ ഡിജിറ്റൽ ഫോമാറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇപ്പം ദി ഇമേജ് ഈസ് കമ്പോസ്ഡ് ആൻഡ് ഫോക്കസ്ഡ് ആൻഡ് ദെയർ ഷട്ടർ ഇൻ റിലീസ്ഡ്. ഹിയർ ദി കൺസേൺ ആർ ദി സെയിം വെദർ യു ആർ ഷൂട്ടിംഗ് ഓൺ ഫിലിം ഓർ വിത്ത് എ ഡിജിറ്റൽ ക്യാമറ. പഴയ ബുക്കായതുകൊണ്ടാണ് അങ്ങനെ ഫിലിം എന്ന് എഴുതിയിരിക്കും. ഫിലിംസിൽ നമ്മൾ ഇന്നത്തെ സെൻസറിന് പകരം ഫിലിമാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ആദ്യം അത് ക്യാപ്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഷട്ടർ ഓൺ ചെയ്യുകയും അത് ഇമേജ് പോയിട്ട് സെൻസറിൽ പതിയുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷട്ടർ റിലീസ്, അല്ലേ, ഷട്ടർ ആവശ്യത്തിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് പേജ് ലൈറ്റ് ഹിറ്റ്സ് ദി സെൻസർ. അങ്ങനെ നമ്മൾ ഷട്ടർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് സെൻസറിൽ പതിയുന്നു. വെരി എമൗണ്ട് ഓഫ് ലൈറ്റ്സ് ആർ റിഫ്ലക്റ്റഡ് ഫോർ ദി സീൻ ഫോക്കസ് ബൈ ദി ലെൻസ് ഓൺ ടു ദി സെൻസർ. ലെൻസിലൂടെ ഷട്ടർ തുറന്നു കൊടുക്കുക എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ലെൻസിലൂടെ സെൻസറിലേക്ക് ആവശ്യമായ പ്രകാശത്തിലൂടെ ഈ വസ്തുക്കളെ അതിലേക്ക് പതിയുന്നു. ഈച്ച് സെൻസർ റിസീവ്ഡ് ദി സിഗ്നൽ ഡിഫറൻറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ്. CCDസിലാണ് 3 സെൻസറുകൾ, RGBക്ക് 3 സെൻസർ, റെഡ്, ഗ്രീൻ, ബ്ലൂ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻസറിന് ഇന്ന് CMOS ലെൻസ് വെച്ച് ഒറ്റ സെൻസറിൽ തന്നെ 3 കളറിൻ്റെ സെൻസേഴ്സ് പ്രത്യേകം യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ആ സെൻസറിനുള്ളിൽ തന്നെ. അപ്പോൾ ഒരു സെൻസർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വലിയ വീഡിയോ ക്യാമറ അല്ലെങ്കിൽ 3 സൈഡിലായിട്ടാണ് ഇത് 3 സെൻസർ വെച്ചിട്ട് 3 കളറും ക്യാപ്ചർ ചെയ്യുക. ഇന്ന് ഒരു സെൻസറിൽ തന്നെ അത് 3 ക്യാപ്ചർ ചെയ്യും, CMOS സെൻസർ എന്ന് പറയും. അത് മൂന്നാമത് എന്ത്, റെസ്പോണ്ട് ടു ദി ലൈറ്റ്. ഈച്ച് CCD സെൽ പ്രൊഡ്യൂസ്ഡ് ആൻഡ് electrical charge. The more lights, the greater the charge. Keep in mind that each sensor is filtered red, green and blue, so the charge reflected the colors of the light as well as the amount. അപ്പം റെഡ്, ഗ്രീൻ, RG, ബ്ലൂ എന്ന് പറയുന്ന 3 സെൻസറിലേക്ക്, CCD ആണെങ്കിൽ 3 സെപ്പറേറ്റ് സെൻസർ ആയിരിക്കും, CMOS ആണെങ്കിൽ ഒറ്റ സെൻസറിൽ തന്നെ 3 കളറിന് പ്രത്യേക പ്ലേറ്റ്സുകൾ അത് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സെൻസർ ചെയ്യുന്ന ലൈറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആവശ്യമായ ലെൻസിലൂടെ കടന്നു വരുന്ന ബിംബത്തിൻ്റെ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ലൈറ്റ് കൊണ്ടുള്ള ചിത്രം വരയ്ക്കലാണല്ലോ ഒരു സെൻസറിലൂടെ നമുക്ക് കിട്ടുന്ന ഫോട്ടോ. അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ സെൻസറിൽ RGB ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ഇലക്ട്രോണിക്. മോർ ലൈറ്റ് ഇസ് ഗ്രേറ്റ് ദാൻ ദി ചേഞ്ചസ്. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുകയാണ്. ഇൻ റെസ്പോൺസ് ടു ദി ലൈറ്റ്സ് of the electrical pulsar and converted to the digital information to storage according to their position within the CCD's grids on the matrix. The process is sometimes called quantization and using to the special calendar on the analog to the digital converter to the ADC എന്ന് പറയുന്ന അനലോഗ് ടു ഡിജിറ്റലിലേക്ക് പ്രകാശത്തെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സെൻസറിൽ രേഖപ്പെടുത്തുന്നത്. അതിന് ADC എന്ന് പറയുന്ന ഒരു തരംഗത്തിൻ്റെ ഒരു പ്രത്യേക സിസ്റ്റം ഇലക്ട്രോണിക്കിൽ നിന്ന് മാറ്റാനുള്ള അതിനാണ് ADC അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അനലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ചിത്രങ്ങളെ ഡിജിറ്റലൈസേഷൻ അക്കങ്ങളിലാക്കി സൂക്ഷിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടുന്നു. ദി ഡിജിറ്റൽ ഇൻഫർമേഷൻ is stored in the camera's
pictures files, information which now responds a single digital image is made up to the pixel, each of the which is the position is with its grid, colors and the brightness in saved to the memory within the camera. The camera is how ready to take another shot. The digital information storage in the cameras as the picture filters. അതിനകത്ത് ധാരാളം ഫിൽറ്റേഴ്സാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതെന്നാണ്. ആ ഫിൽറ്റേഴ്സിലൂടെ അത് കളറുകൾ സെൻസർ ചെയ്ത് സെൻസറിൽ പതിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഷൂട്ടിംഗ് എന്ന് പറയുന്ന പൊസിഷൻ. ഇനി അത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദി ഡിജിറ്റൽ filters, transitions, compositions, the spaces with the camera limited. So at some stages it's necessary to download out the transition the images. This usually achieved to the connecting a cable for the camera to PC. പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ക്യാമറയെ കണക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നത് എന്താണ്? The ones to images on the computer to editing the process, the Photoshop can be used in the enhancing the images. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നേരെ പോകുന്നത് ഫോട്ടോഷോപ്പിലേക്കാണ്. ആ ഫോട്ടോഷോപ്പിലിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് പ്രത്യേക അടുത്ത സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോൾ അതിൻ്റെ 3 സ്റ്റേജസ് എന്ന് വെച്ചാൽ അത് ആദ്യം നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിലെങ്ങനെ പതിയുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം അത് നമ്മൾ കൊണ്ടുവന്ന ആ ഫോട്ടോ നമ്മളൊരു കേബിളിലൂടെ PC-യിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും കണക്ട് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് എൻഹാൻസ് ചെയ്യുന്നു. എൻഹാൻസിങ് പ്രിൻറ്റ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് യൂഷ്വലി ഓൺ ദി ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോഷോപ്പ് അല്ലെ അത് സ്റ്റോർ ചെയ്യാനും നമുക്ക് കഴിയുന്നു. ഇന്ന ചെയ്യുന്ന പ്രിൻറ്റിങ് പ്രോസസ്സാണ്. അടുത്തത് ഈ 3 പ്രോസസ്സിങ്ങിൽ ക്യാപ്ചറിങ്, പിന്നെ പ്രോസസ്സിങ്, മൂന്നാമത് ചെയ്യുന്ന പ്രിൻറ്റിങ്ങാണ്. അറ്റ് ദി ഫോട്ടോസ് ഇൻ ഇമേജസ് റെഡി ടു ഔട്ട്പുട്ട് മോസ്റ്റ് ടൈം ടു ദി മീനിങ് മേക്ക് ടു ദി പ്രിൻറ്റ് യൂസിങ് ആൻ ഇൻജെക്ട് ടു സിമിലർ കളേഴ്സ് പ്രിൻറ്റിങ്, ബട്ട് ദി ഡിജിറ്റൽ ഫിൽറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ വെബ് പബ്ലിഷ്ഡ് ഓർ ഈവൻ പ്രിവെൻറ്റീവ് റൈറ്റ് ഹാവ് ടു ദി സ്ലൈഡ് ടു ദി നെഗറ്റീവ്. നമ്മൾ ഇത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അത് സൂക്ഷിക്കാൻ പറ്റുന്നത്. പ്രിൻ്റ് അടിക്കുമ്പോൾ CMYK എന്ന് പറയുന്ന സിയാൻ മജന്ത, ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. സിയാൻ മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്, ഇതാണ് സിയാൻ. ആ ഒരു മെത്തേഡിൽ അടിക്കുന്നു. RGBയിലാണ് നമ്മൾ വെബ്സൈറ്റിലേക്കൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാനും അയക്കാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇത് ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സ്റ്റെപ്സുകൾ. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോട്ടോ എടുക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക, എന്തൊക്കെ ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഓർത്ത് വെച്ചേക്കുക.